ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകും. എന്തല്ല ക്രൂശിൻ്റെ വചനം? എന്താണ് ക്രൂശിൻ്റെ വചനം? ജ്ഞാനികളുടെ ജ്ഞാനമല്ല ക്രൂശിൻ്റെ വചനം, വാക്ചാതുര്യമല്ല ക്രൂശിൻ്റെ വചനം, ലോകത്തിൻ്റെ ജ്ഞാനമല്ല ക്രൂശിൻ്റെ വചനം, ബുദ്ധിമാന്മാരുടെ ബുദ്ധിയുമല്ല ക്രൂശിൻ്റെ വചനം. ക്രൂശിൻ്റെ വചനം ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവാണ് ക്രൂശിൻ്റെ വചനം. അനാദികാലങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്ന ദൈവജ്ഞാനമായ ക്രിസ്തുവാണ് ക്രൂശിൻ്റെ വചനം. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ തിരിച്ചറിഞ്ഞില്ല. നമുക്കോ തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കും. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 1-2 അധ്യായത്തിൽ തന്നെ എഴുതുമ്പോൾ താൻ കൊരിന്ത്യ സഭയോട് പറയുന്നു, നിങ്ങളുടെ ഇടയിലിരുന്നപ്പോൾ ഞങ്ങളുടെ വചനം നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായി തീരേണ്ടതിന് ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാകാതിരിക്കാൻ ഞങ്ങൾ ഒത്തിരി ശ്രദ്ധിച്ചിട്ട് അത് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായി നിങ്ങളുടെ നടുവിൽ വെളിപ്പെട്ട് വരാനിടയായി. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, ക്രൂശിൻ്റെ വചനം ഈ പകൽ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ അത് ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളോ വാക്ചാതുര്യമോ ഈ ലോകത്തിൻ്റെ ജ്ഞാനമോ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയോ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുമോ ജ്ഞാനമോ ആയിത്തീരാതെ ആ ദൈവത്തിൻ്റെ ജ്ഞാനമായി ദൈവശക്തിയും ദൈവജ്ഞാനമായ ക്രിസ്തുവായി വെളിപ്പെട്ട് വരുമ്പോൾ നിങ്ങൾ ശുശ്രൂഷിക്കുന്നിടങ്ങളിൽ, നിങ്ങൾ മിനിസ്റ്റർ ചെയ്യുന്നിടങ്ങളിൽ അത് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായി വെളിപ്പെടാനിടയാകും. അങ്ങനെ വെളിപ്പെടുമ്പോൾ ചില പൈശാചിക മണ്ഡലങ്ങളെ ഭേദിച്ച് നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഗ്രോത്ത് ഉണ്ടാകാനിടയാകും. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ എവിടെ ശുശ്രൂഷിക്കുന്നവരായിക്കൊള്ളട്ടെ, ഏത് മേഖലയായിക്കൊള്ളട്ടെ, ഏത് സ്ഥലമായിക്കൊള്ളട്ടെ, ഏത് പട്ടണമായിക്കൊള്ളട്ടെ, ഏത് സംസ്ഥാനമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായി നിങ്ങളുടെ മിനിസ്ട്രി, നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ വചനം യേശുവിൻ നാമത്തിൽ മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹോറാബ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ 2025 6 മാസം ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ലെവൽ, അതിൻ്റെ അതിര്, അതിൻ്റെ വിസ്തീർണം, അതിൻ്റെ വ്യാപ്തി യേശുവിൻ ആത്മാവിനാൽ അത് മാറാൻ പോകുകയാണ്. അത് അതിൻ്റെ വിശാലതയിലേക്ക് വരാൻ പോകുകയാണ്. ഹോറാബ സന്ധബ. ഇപ്പോൾ തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ 1 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു ഇമ്പാർട്ടേഷൻ, ഒരു അനോയിൻറ്റിങ് യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ ദൈവം അത് പകരുകയാണ്. റാംസ പ്രഭ ധൂരാജന അടകതിരി ശബലഘടക യേശുവിൻ നാമത്തിൽ സംഭവിക്കുകയാണ്.